വെൽക്കം ടു സ്കില്ലപ്പ് AI. ഗൂഗിളിൻ്റെ നോട്ട്ബുക്ക് എല്ലാം എന്ന AI ടൂളിൽ 2 അഡീഷണൽ ഫീച്ചേഴ്സ് ആഡ് ആയിട്ടുണ്ട്. ഇൻഫോഗ്രാഫിക്സും സ്ലൈഡ് ഡെക്കും. ഈ 2 ഫീച്ചേഴ്സ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അതിനായിട്ട് ഗൂഗിളിൻ്റെ നോട്ട്ബുക്ക് എല്ലാം ഓപ്പൺ ചെയ്യാം. ഓപ്പൺ നോട്ട്ബുക്ക് ഓർ ക്രിയേറ്റ് നോട്ട്ബുക്ക് എന്ന് കാണും. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് വേണ്ടത് ഏത് ഡോക്യുമെൻ്റാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഡോക്യുമെൻ്റ്, അതായത് നമ്മളിപ്പോൾ ഒരു ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഡോക്യുമെൻറ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഈ പറയുന്ന ഫീച്ചേഴ്സ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്തുള്ള ഡോക്യുമെൻ്റ് എന്താണ് എന്നനുസരിച്ച് അതിൻ്റെ ഇമേജസ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ആഡ് സോഴ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യും. ഡോക്യുമെൻറ്റ്സ് PDF ഫോർമാറ്റിലോ അല്ലെങ്കിൽ ടെക്സ്റ്റ് ഫോർമാറ്റിലോ ഉള്ള ഡോക്യുമെൻറ്റ്സ് എല്ലാം അപ്ലോഡ് ചെയ്യാം. ഞാനിവിടെ ഒരു എക്സാമ്പിളായിട്ട് എടുക്കുന്നത് കമ്പ്യൂട്ടറിൻ്റെ ഹിസ്റ്ററിനെ കുറിച്ചുള്ള 2 PDF ആണ്. ആ 2 PDF സെലക്ട് ചെയ്യുക, അത് അപ്ലോഡ് ചെയ്യുക. ഈ ഡോക്യുമെൻറ്റ്സിൽ അടങ്ങിയിരിക്കുന്ന കണ്ടന്റ് എന്താണ് എന്നുള്ളത് വായിച്ച് മനസ്സിലാക്കുന്നതിന് പകരം ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന കണ്ടന്റിനെ കുറിച്ച് ഈസി ആയിട്ട് ഇമേജസ് ആയിട്ട് നമുക്ക് കാണിച്ചു തരും. അതാണ് ഇൻഫോഗ്രാഫിക്സ് എന്ന് പറയുന്നത്. പെട്ടെന്ന് നമ്മളിപ്പോൾ ഒരു നോട്ട്ബുക്ക് ഫുള്ളായിട്ടിരുന്ന് വായിച്ച്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു റിസർച്ച് പ്രൊപ്പോസൽ തയ്യാറാക്കുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ജേർണൽ ആർട്ടിക്കിൾ വായിച്ച് മനസ്സിലാക്കുന്നത്, അതിലൊക്കെയുള്ള കണ്ടന്റ് വായിച്ച് എടുക്കുന്നതിനേക്കാൾ പെട്ടെന്ന് നമുക്ക് എന്താണ് ഒരു ഇമേജ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുമല്ലേ. അതിലത്തെ എല്ലാ മെയിൻ പോയിന്റ്സും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടായിരിക്കും ആ ഒരു ഇമേജ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പം അതിനായിട്ട് നമ്മുടെ നോട്ട്ബുക്ക് എല്ലാത്തിൻ്റെ റൈറ്റ് സൈഡിൽ അതിൻ്റെ എല്ലാ ഫീച്ചേഴ്സും കൊടുത്തിട്ടുണ്ട്. അത് ലാസ്റ്റ് ഫീച്ചറായിട്ട് ഇൻഫോഗ്രാഫിക്സ് ആൻഡ് സ്ലൈഡ് ഡെക്ക് 2 നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇൻഫോഗ്രാഫിക്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ഡിഫോൾട്ടായിട്ട് സാധാരണ നോട്ട്ബുക്ക് എല്ലാത്തിൽ ഡെവലപ്പ് ആവുന്നതെല്ലാം ഇംഗ്ലീഷ് യൂസ് ചെയ്തിട്ടാണ്. ഇംഗ്ലീഷിലായിരിക്കും അതിൻ്റെ ഔട്ട്പുട്ട്സ് എല്ലാം ജനറേറ്റ് ചെയ്യുന്നത്. ഇത് നമുക്ക് അത് ഇംഗ്ലീഷിൽ നിന്ന് മാറ്റിയിട്ട് നമുക്ക് മലയാളം അല്ലെങ്കിൽ ഹിന്ദി അതുപോലുള്ള വേറെ ഏത് ലാംഗ്വേജ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പം ഞാനിവിടെ എക്സാമ്പിളായിട്ട് മലയാളത്തിൽ ജനറേറ്റ് ചെയ്യാം. നമ്മൾ കൊടുത്ത കണ്ടന്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഇൻഫോഗ്രാഫിക്സ് നമുക്ക് മലയാളത്തിൽ എങ്ങനെ ജനറേറ്റ് ചെയ്യാം. അപ്പോൾ ചേഞ്ച് ലാംഗ്വേജ് എന്നുള്ളിടത്ത് പോയി നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ മലയാളം സെലക്ട് ചെയ്യും. അതിനുശേഷം ഇതിലൊരു ഫീച്ചറും കൂടെ എക്സ്ട്രാ ഉണ്ട്. നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഇൻഫോഗ്രാഫിക്സ് ജനറേറ്റ് ആവേണ്ടത് അതിനെക്കുറിച്ച് സ്പെഷ്യലായിട്ട് നമുക്ക് മെൻഷൻ പ്രോംപ്റ്റ് കൊടുക്കാനുള്ളൊരു ഏരിയ കൂടി ഉണ്ട്. ഏത് കളറിൽ ജനറേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഏത് മോഡലിലായിരിക്കണം വേണ്ടത് എന്നുള്ള സ്പെസിഫിക് ആയിട്ട് നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും, പ്രോംപ്റ്റ് എഴുതാൻ പറ്റും. അപ്പോൾ കുറച്ചും കൂടിയും നമ്മൾ കണ്ടന്റ് ബേസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെയാണോ ഇമേജ് ജനറേറ്റ് ആയിട്ട് വരേണ്ടത് അങ്ങനെ ഉള്ള പ്രോംപ്റ്റുകൾ നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും. ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. ജനറേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇൻഫോഗ്രാഫിക്സ് നമുക്ക് സൈഡിലായിട്ട് ഇങ്ങനെ ഡെവലപ്പായി വരുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. അത് 2-3 മിനിറ്റ് എടുക്കുന്ന പ്രോസസ്സാണ്. നമ്മളുടെ നെറ്റിൻ്റെ സ്പീഡിനനുസരിച്ച് 2-3 സെക്കൻഡ്സിലൂടെ നമുക്കത് ഡെവലപ്പായി വരും. രണ്ടും ഇപ്പോൾ ജനറേറ്റ് ചെയ്തിരിക്കുന്നത് ഡിഫോൾട്ടായിട്ടുള്ള ഇൻഫോഗ്രാഫിക്സ് എന്ന് പറയുന്ന ആ ഒരു ഇംഗ്ലീഷിലുള്ള ജനറേറ്റ് ആയിട്ട് വന്നു. ഇപ്പോൾ കണ്ടന്റ് കൊടുത്തിരിക്കുന്ന PDF-ലെ ഏറ്റവും ബേസിക്സ് ആയിട്ടുള്ള ഹിസ്റ്ററി ഓഫ് കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത് നമുക്കതിൻ്റെ ഏറ്റവും ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ അതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള എല്ലാം നമുക്ക് എന്താണ് ഒരു ഇമേജ് പോലെ തന്നെ നമുക്ക് കാണിച്ചു തരികയാണ്. ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും, സേവ് ചെയ്ത് വെക്കാം, ഷെയർ ചെയ്യാം. അങ്ങനെയുള്ള ഓപ്ഷൻസ് എല്ലാം നമുക്ക് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ സൂം ഇന്നും സൂം ഔട്ടും ചെയ്ത് ഇതെന്താണ് എഴുതിയിരിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇനി മലയാളത്തിൽ ജനറേറ്റ് ചെയ്തതിൻ്റെ സെയിം കണ്ടന്റ് തന്നെ നമുക്ക് മലയാളം നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അത് മലയാളത്തിലും ജനറേറ്റ് ചെയ്ത് തരും. അപ്പോൾ എത്ര ഈസി ആയിട്ടാണ് നമുക്കൊരു കണ്ടന്റ് മനസ്സിലാവുന്നത് നോക്കൂ. പെട്ടെന്ന് തന്നെ നമുക്കിത് വായിച്ചെടുക്കുന്ന ആ ഒരു സമയത്തിനുള്ളിൽ തന്നെ അതിനകത്ത് കൊടുത്തിരിക്കുന്ന ഡാറ്റേനെ ബേസ് ചെയ്തിട്ട് ഇമേജസ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇമേജായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കാഴ്ചയിൽ നമുക്ക് ഓർത്ത് വയ്ക്കാൻ വളരെ ഈസിയാണല്ലേ. ഇങ്ങനെയുള്ളൊരു വളരെ അമേസിംഗ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ് ഇൻഫോഗ്രാഫിക്. അതേപോലെ തന്നെ അടുത്തുള്ള നെക്സ്റ്റ് ഫീച്ചറാണ് സ്ലൈഡ് ഡെക്ക്. കൊടുത്തിരിക്കുന്ന കണ്ടന്റിനെ ബേസ് ചെയ്തിട്ട് പ്രസൻറ്റേഷൻസ് പ്രിപ്പയർ ചെയ്ത് തരിക. അതിലത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെൻറ്റൻസുകളെല്ലാം വെച്ചുകൊണ്ട് സെൻറ്റൻസും അതേപോലെ ഇമേജസും ഗ്രാഫിക്സും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് സ്ലൈഡ്സ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇവിടെ 2 PDF കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് 10-12 സ്ലൈഡ്സാണ് ജനറേറ്റ് ചെയ്യുന്നത്. നമുക്ക് ഇതും ഡൗൺലോഡ് ചെയ്യാനും ഷെയർ ചെയ്യാനും സൂം ചെയ്യാനും ഒക്കെ പോസിബിലിറ്റീസ് ഉണ്ട്. വളരെ ഈസി ആയിട്ട് ഇത് ഇംഗ്ലീഷിലും മലയാളത്തിലും 2ഉം ജനറേറ്റ് ചെയ്തിട്ട് നോക്കി. അത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഒരു കണ്ടന്റിൻ്റെ ഡോക്യുമെൻ്റ് ഇപ്പോൾ ടീച്ചേഴ്സൊക്കെ ആണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് എന്താണ്
ഒരു ഡോക്യുമെൻറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള സ്ലൈഡ്സ് പ്രിപ്പയർ ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ ഒരു ഇൻഫർമേഷൻസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും പാസ് ചെയ്യാം. താങ്ക്